രാജ്യസഭാ സീറ്റ് പ്രതിസന്ധി മറികടക്കാൻ ശ്രമം ഊർജിതമാക്കി LDF. CPIM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കുമെന്ന് സൂചന. LDF യോഗം അല്പസമയത്തിനകം. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, LDF യോഗം ആരംഭിച്ചോ? ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. ആദ്ര തിരക്കിട്ട ചർച്ചകളാണ് LDF മുന്നണിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭാ സീറ്റിലേക്കുള്ള LDFന്റെ 2 സീറ്റിലേക്ക് അത് ആർക്ക് നൽകണം എന്ന കാര്യത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ LDF മുന്നണിയിൽ നടക്കുന്നത്. നേരത്തെ തന്നെ CPM സെക്രട്ടറി നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സീറ്റ് CPM-നും മറ്റൊരു സീറ്റ് അത് CPI-ക്ക് നൽകണമോ അതോ കേരള കോൺഗ്രസ് എമ്മിന് നൽകണമോ എന്ന കാര്യത്തിലാണ് സംശയമുണ്ടായിരുന്നത്. CPI അത് തങ്ങൾക്ക് വേണ്ട സീറ്റാണ്, അല്ലെങ്കിൽ അത് തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റാണ്, അത് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. വ്യക്തമായിട്ട് CPI-യുടെ നിലപാട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ അത് പുറത്ത് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സീറ്റ് CPI-ക്ക് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാം എന്നാണ് കരുതുന്നത്. ഒരു സീറ്റ് ആർക്ക് നൽകും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഇതിനിടയിലാണ് RJD തങ്ങൾക്ക് സീറ്റ് വേണം എന്നൊരു ആവശ്യവും ഉന്നയിച്ച് വന്നിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് RJD-യും അതുപോലെ തന്നെ CPM-ഉമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച AKG സെന്ററിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ NCP-യും അത്തരത്തിൽ സീറ്റ് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ NCP-യുമായിട്ടും CPM ഉഭയകക്ഷി ചർച്ച AKG സെന്ററിൽ കൂടുന്നുണ്ട്. PC ചാക്കോയും അതുപോലെ തന്നെ AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ AKG സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ CPM ഈ ഒരു സീറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും അയവ് വരുത്തുമോ, വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ടോ എന്നൊരു കാര്യത്തിലാണ് അറിയേണ്ടത്. ആർക്കായിരിക്കും മറ്റൊരു സീറ്റ്, CPI-ക്ക് ഒരു സീറ്റ് നൽകണം അല്ലെങ്കിൽ അവർ ആ ഒരു സീറ്റ് വേണമെന്നൊരു ആവശ്യത്തിൽ തന്നെ നിലപാടിൽ തന്നെ നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. മറ്റൊരു സീറ്റ് ആർക്കായിരിക്കും നൽകുക? CPM ആ സീറ്റ് വിട്ടുകൊടുക്കുമോ? കേരള കോൺഗ്രസിനോ RJD-ക്കോ അതുപോലെ NCP-ക്കോ ആർക്കായിരിക്കും ആ സീറ്റ് ലഭിക്കുക എന്നൊരു കാര്യത്തിലാണ് ഇനിയിപ്പോൾ സംശയ ദൂരീകരണം നടക്കേണ്ടത്. എന്തായാലും 5:30 LDF കൺവീനർ EP ജയരാജൻ തന്നെ മാധ്യമങ്ങളെ കാണും. ഈ സമയം LDF-ൽ ആർക്കായിരിക്കും ഇത്തവണ 2 രാജ്യസഭാ സീറ്റിലേക്ക് സീറ്റ് നൽകുക എന്നൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. അതേസമയം തന്നെ CPI-യുടെ ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടായിരുന്നു. യോഗത്തിലടക്കം ആരെ ആയിരിക്കണം സ്ഥാനാർത്ഥിയാക്കേണ്ടത് എന്ന രീതിക്കുള്ള ചർച്ചകളാണ് CPI-യിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റ് CPM-ലാണെങ്കിൽ മറ്റൊരു സീറ്റ് ആർക്കായിരിക്കും നൽകുക എന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും 5:30 EP ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നതോടുകൂടി രാജ്യസഭാ സീറ്റിനെ സംബന്ധിക്കുന്ന LDF-ലുള്ള ഒരു സംശയം അല്ലെങ്കിൽ തർക്കത്തിനൊരു ഉത്തരം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. രാജ്യസഭാ സീറ്റ് പ്രതിസന്ധി മറികടക്കാൻ ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് LDF. CPIM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കുമെന്നാണ് സൂചന. മുസ്ലിം ലീഗിൽ രാജ്യസഭാ സ്ഥാനാർത്ഥി ചർച്ച പൂർത്തിയായി. സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ബീരാനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. നാളെയാണ് പത്രികാ സമർപ്പണം. തിരുവനന്തപുരത്ത് ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിലാണ് രാജ്യസഭാ സീറ്റിൽ തീരുമാനമായത്. ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണ് ഹാരിസ് ബീരാന്റെ പേര് പ്രഖ്യാപിച്ചത്. എറണാകുളം സ്വദേശിയാണ് ഹാരിസ് ബീരാൻ. ലീഗിന്റെ സാംസ്കാരിക കലാവിഭാഗമായ KMCC ദില്ലി ഘടകത്തിന്റെ അധ്യക്ഷൻ കൂടിയാണ് ഹാരിസ് ബീരാൻ. CAA മുത്തലാഖ് കേസുകളിൽ ലീഗിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് ഹാരിസ് ബീരാനായിരുന്നു. താൻ ഏറ്റെടുത്തിരിക്കുന്നത് നിർണായക ദൗത്യമാണെന്ന് ഹാരിസ് ബീരാൻ പറഞ്ഞു. ധാരണപ്രകാരം കോൺഗ്രസ് ലീഗിന് കൈമാറിയ സീറ്റിലാണ് ഹാരിസ് ബീരാൻ രാജ്യസഭയിലേക്ക് പോകുന്നത്. നേരത്തെ PMA സലാമിന്റെ പേര് ചർച്ച ചെയ്തുവെങ്കിലും ഇന്ന് ചേർന്ന ഉന്നതാധികാര സമിതി യോഗമാണ് ഹാരിസ് ബീരാന്റെ പേര് നിർദ്ദേശിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.